ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസിൽ പ്രതികൾ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. അഭിഭാഷകർ മുഖേന നടപടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതികൾ വ്യാഴാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. SSRN വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഹാജരാകാൻ ബുദ്ധിമുട്ട് എന്നതായിരുന്നു പ്രതികൾ അറിയിച്ചിരുന്നത്. കോടതി സമ്മതിച്ചില്ല. മാധു, തീർച്ചയായിട്ടും കോടതി സമ്മതിച്ചിട്ടില്ല. മറിച്ച് ഇത് കർശന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വരുന്ന വ്യാഴാഴ്ച 16 പ്രതികളും നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഈ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഒരു കുറ്റം കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തിരുന്നതാണ്. അത് ദേഹോദ്രവം ഏൽപ്പിക്കൽ എന്ന വകുപ്പാണ്. ആ കുറ്റം വായിച്ചു കേൾപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 16 പ്രതികളും ഹാജരാകണമെന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രതികൾ ഹാജരായിരുന്നില്ല. അതിനെ തുടർന്ന് അന്ത്യശാസനം നൽകിയിരുന്നു. ഇന്ന് ഹാജരാകണമെന്നുള്ള അന്ത്യശാസനം നൽകിയിരുന്നതാണ്. എന്നാൽ ഇന്ന് പ്രതികൾ നേരിട്ട് ഹാജരാകാതെ അഭിഭാഷകർ വഴി അറിയിച്ചിരിക്കുന്നത് ഈ കോടതിക്ക് പുറത്തായിട്ട് മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ തങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരണയ്ക്ക് മുമ്പ് തങ്ങളെ തിരിച്ചറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇളവ് അനുവദിക്കണമെന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും പ്രതികളുടെ വാദം പ്രോസിക്യൂഷനും അഭിമന്യുവിന്റെ കുടുംബവും ശക്തമായി എതിർത്തു. ഈ പ്രതികളുടെ വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ കോടതി പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഈ പ്രതികളോട് ഉന്നയിക്കുകയുണ്ടായി. അതായത് ഈ വിചാരണ വേളയിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ 4 മാസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയത് വ്യാഴാഴ്ച ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം.